നമസ്കാരം. ഇന്നലെ അതിരാവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇഡിയുടെ മിന്നൽ റെയ്ഡ് നടക്കുമ്പോൾ മണിക്കൂറുകൾക്കകം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് CPM SFI പ്രവർത്തകരാണ്. മകൾ വീണ വിജയൻ പ്രതിയായ കോടികളുടെ മാസപ്പടി കേസിലാണ് ഈ പരിശോധനയെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും തലസ്ഥാന നഗരിയിലെ വിവിധ CPM ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് അണികളെ അടിയന്തരമായി അങ്ങോട്ടേക്ക് എത്തിക്കാൻ മുകളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം പോയിരുന്നു എന്ന് വേണം കരുതാൻ. കഴിയുന്നത്ര ആളുകൾ എത്രയും വേഗം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് എത്തണം എന്ന ആ ഒരൊറ്റ സന്ദേശത്തിന്റെ പുറത്താവാം പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഓടിക്കൂടിയതും അവിടെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിട്ടതും. ഈ ഒരു ആസൂത്രിത നീക്കത്തിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള തിരുവനന്തപുരത്തെ മുതിർന്ന CPM നേതാക്കളുടെ പങ്കിപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അവർക്ക് കൃത്യമായ ഒരു അജണ്ട ഈ തെരുവ് യുദ്ധത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ആ ഏറ്റവും നീചമായ ഒരു രാഷ്ട്രീയ തന്ത്രം. നിലവിലെ സാഹചര്യത്തിൽ CPM എന്ന പാർട്ടിക്ക് അടിയന്തരമായി ഒരു രക്തസാക്ഷിയെ ആവശ്യമുണ്ട്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, മരണമുണ്ടായാൽ വൈകാരിക തരംഗമുണ്ടാക്കി പുതിയ UDF സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാം. രണ്ട്, രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി കോടികളുടെ പാർട്ടി പിരിവ് നടത്തി ഖജനാവ് നിറയ്ക്കാം. അതിനുവേണ്ടിയാണ് അവർ ക്യാമ്പസുകളിൽ ജയിച്ചു നിൽക്കുന്ന SFIക്കാരെ വീണ്ടും തെരുവിലേക്ക് തള്ളിവിട്ട് സമരം ചെയ്യിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ ജയിച്ചതും ഈ SFIക്കാരാണ്. എന്നിട്ട് തലസ്ഥാന നഗരിയിൽ അക്രമം അഴിച്ചുവിട്ടതും ഇവർ തന്നെയാണ്. ഇന്നലെ ED റെയ്ഡ് നടക്കുന്ന വീട്ടുപടിക്കൽ വെച്ച് തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടുമെന്ന് CPM നേതാക്കൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. ഒന്നിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടാൽ പാർട്ടിക്ക് അത്രയും സന്തോഷമെന്ന ക്രൂരമായ ചിന്തയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇവിടെയാണ് മുതിർന്ന നേതാക്കളുടെ കൊടും ചതി ഒളിഞ്ഞിരിക്കുന്നത്. അവിടെ തടിച്ചുകൂടിയ അണികൾക്ക് ആവേശം മൂത്ത് നിയമം കയ്യിലെടുക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ലായിരുന്നു. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് തലോടി വിടുന്ന കേരള പോലീസ് അല്ല, മറിച്ച് ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കാൻ കൂടെ വന്നിരിക്കുന്ന ആയുധധാരികളായ കേന്ദ്രസേനയാണെന്ന്. കേന്ദ്ര സുരക്ഷാ ഏജൻസികളെയും അവരുടെ വാഹനങ്ങളെയും ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും സ്വന്തം സുരക്ഷയ്ക്കായി അവർ വെടിവയ്പ്പിലേക്ക് വരെ പോകാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു. നേതാക്കൾക്ക് ഇത് നന്നായി അറിയാമായിരുന്നു. കേന്ദ്രസേന തുരിതര വെടിയുതിർത്ത് രണ്ടണികൾ അവിടെ വീണാൽ അത് വെച്ച് അടുത്ത 5 വർഷത്തേക്ക് രാഷ്ട്രീയം കളിക്കാമെന്നായിരുന്നു കടകംപള്ളിയുടെയും ഗോവിന്ദൻ മാഷിന്റെയും ഒക്കെ കണക്കുകൂട്ടൽ. സ്വന്തം മകളുടെ അഴിമതി മറയ്ക്കാൻ വേണ്ടി സാധാരണക്കാരന്റെ മക്കളെ കേന്ദ്രസേനയുടെ തോക്കിൻ മുനയിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പിണറായി വിജയനും നേതാക്കൾക്കും എങ്ങനെ മനസ്സ് വന്നു? റെയ്ഡ് കഴിഞ്ഞ് സമാധാനപരമായി മടങ്ങാൻ തുടങ്ങിയ കേന്ദ്ര ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം കല്ലും മരക്കഷ്ണങ്ങളും കൊണ്ട് അടിച്ചു തകർത്ത് ഡ്രൈവറുടെ കണ്ണുവരെ തല്ലിപ്പൊളിച്ച സഖാക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ ഒരു അക്രമം കൊണ്ട് EDയുടെ കൈവശമുള്ള മാസപ്പടിയുടെ ഡിജിറ്റൽ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലാതാകുന്നില്ല. സമാധാനപരമായി തീരേണ്ട ഒരു പരിശോധനയെ സംസ്ഥാന വ്യാപകമായി വലിയ ഒരു കലാപമാക്കി മാറ്റാൻ ശ്രമിച്ച CPMന്റെ ഈ ഒരു രക്തസാക്ഷി പദ്ധതി ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം മകളുടെ കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾക്ക് കാവൽ നിൽക്കാൻ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികളെയും പിള്ളേരെയും ക്രിമിനലുകളാക്കി മാറ്റുന്ന ഈ ഒരു ശൈലിക്ക് കേരളം പിന്തുണ നൽകില്ല. സ്വന്തം മകളുടെ മാസപ്പടിക്കൊള്ള മറയ്ക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ബ്രാഞ്ച് കമ്മിറ്റികളെ മുഴുവൻ പിണറായി വിജയന്റെ വാടക വീട്ടുപടിക്കലേക്ക് വിളിച്ചു വരുത്തി കേന്ദ്രസേനയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട CPM നേതാക്കളുടെ ക്രൂരതയാണ് ഇന്നലെ കേരളം കണ്ടത്. അവിടെ ഒരു വെടിവയ്പുണ്ടാക്കി സ്വന്തം അണികളിൽ നിന്ന് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ച് അത് വെച്ച് സർക്കാരിനെതിരെ രാഷ്ട്രീയം കളിക്കാനും കോടികളുടെ ഫണ്ട് പിരിവ് നടത്താനും നോക്കിയ CPMന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുടെ അജണ്ട ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. നേതാക്കൾ AC മുറിയിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കേന്ദ്രസേനയുടെ തോക്കിൻ മുനയിലേക്ക് നടന്നു പോകുന്ന പാവപ്പെട്ട അണികൾ മനസ്സിലാക്കണം, നിങ്ങൾ മരിച്ചാൽ അത് പാർട്ടിക്ക് വെറും ഒരു ഫണ്ട് പിരിവ് നടത്താനുള്ള ചിത്രം മാത്രമാണ്.